ഇന്ന് ഈവനിങ്ങിലൊരു കുക്കിംഗ് ഉണ്ട് കേട്ടോ. രാത്രിത്തേക്കുള്ള ചോറിന് കറിയാണ്. അത് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അത്യാവശ്യം വേണ്ടത് 1.5 തക്കാളി, ഇഷ്ടമുള്ളത്ര മുരിങ്ങക്കായ എടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയൊരു സവാള, 4-5 പച്ചമുളക്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ല ചൂടാവാൻ വെക്കാം. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയിൽ വെള്ളം ഇരുന്നപ്പോൾ കുറച്ച് പൊട്ടി തെറിക്കുന്നുണ്ടോ, അത് നല്ലതായിട്ട്. ഇപ്പോൾ കറിവേപ്പിലയും കടുകും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി അത്രയും ഒരുമിച്ച് തന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കടുകും കറിവേപ്പിലയും പൊട്ടിച്ചതിലേക്ക് എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറി മൊത്തമായിട്ട് ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇളക്കി ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് എണ്ണയിൽ കിടന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊരു മണം വരും കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തന്നെ വേറൊന്നും ചേർക്കണ്ട. അതിന് മുൻപായിട്ട് തന്നെ ഈ ഒരു കപ്പിൽ ഞാൻ വെള്ളം എടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളത്തിൽ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം പച്ചക്കറികൾ. ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് തേങ്ങ ചിരകിയത്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം 1/4 ടേബിൾ സ്പൂൺ, ഇത്രയും ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റാക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ പച്ചക്കറിയെല്ലാം നല്ല വെന്ത് വന്നു. ഞാൻ ആ അരപ്പ് അതിലേക്ക് നല്ലോണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കുക. നല്ല പുളി ആവശ്യമുള്ളവർക്ക് അതിന് കൂടെ തന്നെ കുടംപുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. വാളംപുളി ചേർത്ത് കൊടുത്താൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. കുടംപുളിയുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ കുടംപുളി തന്നെ അതിന് ഞാൻ 4ആയിട്ട് മുറിച്ച് അതിൽ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല കറി നമ്മുടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചാറ് ആവശ്യത്തിന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള എളുപ്പത്തിലുള്ള കറി റെഡി.